മണലൂർ പാലാഴിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രം തുറന്നുകൊടുത്തെങ്കിലും അടിസ്ഥാന സൗകര്യമില്ലാതെ ജീവനക്കാരും നാട്ടുകാരും. 1971 സ്ഥാപിച്ച ആരോഗ്യ കേന്ദ്രത്തിന്റെ മേൽക്കൂര തകർന്നതിനെ തുടർന്ന് 2022 ആരോഗ്യ കേന്ദ്രം അടച്ചിരുന്നു. ഇതോടെ പ്രദേശവാസികൾ 3 കിലോമീറ്റർ അകലെയുള്ള സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയാണ് ചികിത്സ തേടിയിരുന്നത്. തുടർന്ന് പുതിയ കെട്ടിടത്തിനായി മുരളി പെരുന്നെല്ലി MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപയും ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതിയിൽ നിന്ന് ട്രസ് വർക്കിനായി 7 ലക്ഷം രൂപയും അനുവദിച്ചു. എന്നാൽ ശോച്യാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനായുള്ള ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശം വൈകിയതോടെ നിർമ്മാണം വീണ്ടും നീണ്ടുപോയി. പിന്നീട് 2024 കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതോടെ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച പണവും തീർന്നു. പിന്നീട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് വൈദ്യുതീകരണം പോലും പൂർത്തിയാക്കിയത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപായി ഉദ്ഘാടനവും നടത്തി. എന്നാൽ കുടിവെള്ളത്തിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും അയൽ വീട്ടുകാരെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ എത്തുന്നവർക്കുള്ളതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK പ്രകാശൻ പറഞ്ഞു. ഇവിടുത്തെ പ്രാഥമികമായുള്ള ഒരു ആരോഗ്യ കേന്ദ്രം വളരെ കാലങ്ങളായി അനാസ്ഥയുടെ വക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാരോ ഡോക്ടർമാരോ എത്തുന്നില്ല. ഇവിടെ ശുദ്ധമായ ജലമുള്ള ഒരു കിണറുണ്ടായിരുന്നു. അതിങ്ങനെ ഉപയോഗശൂന്യമായി വളരെ അനാസ്ഥയായി കിടക്കുകയാണ്. ഈ കെട്ടിടത്തിൻ്റെ പണിയും പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഒരു തല്ലിക്കൂട്ടി തിരക്ക് പിടിച്ച് ഒരു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. പക്ഷേ അത് ജനങ്ങൾക്ക് അതിൻ്റെ ഗുണത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. എത്രയും വേഗം ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കാനുള്ളൊരു നടപടി ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. TCV തൃപ്രയാർ.